കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. കണാരന്റെ വിധി എഴുതിയത് മുണ്ടൂർ കൃഷ്ണൻകുട്ടി. 27 നാൾ ആസ്പത്രിയിൽ കിടന്ന കണാരൻ ജീവനം കൊണ്ട് തിരിച്ചു വരുമ്പോൾ സഞ്ചി തൂക്കി ഭാര്യയും അതിനു പിന്നിൽ 4 കുട്ടികളും മാത്രം. അതൊരു മൗനയാത്രയായിരുന്നു. കണാരന് സഹായം കണാരൻ മാത്രമായതിനാൽ ആരും വരവേൽപ്പ് ഏർപ്പെടുത്തിയിരുന്നില്ല. ഉമ്മറക്കോലായിൽ കണാരൻ കുത്തിയിരുന്നു. മുതുകത്ത് കത്തി വരഞ്ഞ പോലെ കഠാരിയുടെ പാടുകൾ. ആരായിരുന്നു കണാര നിന്നെ കുത്തിയത്? എനിക്കറിയില്ല. ആരെയെങ്കിലും സംശയമുണ്ടോ? എനിക്കാരും ശത്രുക്കളില്ല, അതുകൊണ്ട് ആരെയും സംശയവുമില്ല. ആശുപത്രിയിൽ കണാരന്റെ മരണമൊഴി എടുത്തപ്പോഴും ഇതിലപ്പുറമൊന്നും അവൻ പറയാൻ കണ്ടില്ല. ജാതകവശാൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാമെന്ന് സമാധാനിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. സഹതാപം അറിയിക്കാൻ വന്ന ഒരാൾ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് പറഞ്ഞു, കാലം ഇതല്ലേ, കുറച്ചുകൂടി കരുതിയിരിക്കേണ്ടതായിരുന്നു. മുഖത്ത് ആട്ടാനാണ് തോന്നിയത്. പക്ഷേ ആതിഥ്യമര്യാദയോർത്ത് കണാരൻ ഒന്നും പറഞ്ഞില്ല. 27 ദിവസം മുമ്പ് പട്ടണത്തിൽ നിന്നും അവസാനത്തെ ബസ്സിൽ മടങ്ങുമ്പോൾ കണാരൻ കുറച്ചുകൂടി കരുതിയിരിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ഡ്രൈവർക്ക് പിന്നിൽ 2ാമത്തെ വരിയിൽ അറ്റത്തെ സീറ്റിലായിരുന്നു കണാരൻ. ബസ് തിരുവാടിക്കുന്ന് കയറി വലത്തോട്ട് തിരിഞ്ഞു. കുന്നിൻ മുകളിൽ ഇടിഞ്ഞു വീണ ഇരുട്ട്. പൊടുന്നനെ ഡ്രൈവർ ഒരാപത്തൊഴിവാക്കാനെന്ന പോലെ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. ബസ് ഞെട്ടിയും പിന്മാറിയും കുലുങ്ങി നിന്നു. മനോരാജ്യത്തിൽ നിന്നും യാത്രക്കാർ ഞെട്ടിയുണരുമ്പോഴേക്കും 5-6 പേർ ബസ്സിലേക്ക് ചാടിക്കയറി. തലയും മുഖത്തിന്റെ 3/4 ഭാഗവും മൂടിക്കെട്ടിയ അവരുടെ കണ്ണിൽ കനൽ. അവർ ധൃതിയിലായിരുന്നു. യാത്രക്കാരെ ഓരോരുത്തരെയും തുറിച്ചു നോക്കി തിട്ടം വരുത്തുന്നു. അവർക്ക് ആരെയോ കണ്ടെത്താനുണ്ട്. പെട്ടെന്നാണ് അവരിൽ ഒരാളുടെ കണ്ണ് തെളിഞ്ഞത്. ഇതാ അവൻ! ഡ്രൈവറുടെ പിന്നിൽ 2ാം വരിയിൽ അറ്റത്തിരിക്കുന്ന ആളെ തുറിച്ചു നോക്കിക്കൊണ്ട് അവരെല്ലാം തെല്ലിട നിന്നു. തിരഞ്ഞു നടന്നിരുന്ന ശത്രുവിനെ അവർ കണ്ടെത്തിയിരിക്കുന്നു. ഇറങ്ങടാ താഴെ! അവർ സീറ്റിൽ നിന്നും വലിച്ചെടുത്തത് കണാരനെയായിരുന്നു. ഒരു ഷോക്കേറ്റ അന്താളിപ്പോടെ കണാരൻ ആകെ വിളർത്തു. അവൻ അവരെ മാറി മാറി നോക്കിക്കൊണ്ട് പറയാൻ ശ്രമിച്ചു, ഞാൻ കണാരനാ, നിങ്ങൾക്കെന്നെ തെറ്റിപ്പോയിരിക്കും. റാസ്കലെ, ആളെ തെറ്റുകയോ? നിന്നെ തന്നെയാടാ ഞങ്ങൾക്ക് വേണ്ടത്. താഴത്തിറങ്ങടാ! പെരടി പിടിച്ച് അവർ ഊക്കോടെ അവനെ വാതിൽക്കലേക്ക് തള്ളി. പിന്നിലെ സീറ്റിൽ എല്ലാറ്റിനും സാക്ഷിയായി ഇരിക്കേണ്ടി വന്ന ഞാൻ ഒന്ന് പറഞ്ഞു നോക്കി. അത് കീഴിലത്ത് കണാരനാ കൂട്ടരെ, സൈക്കിളിൽ ഐസ് ഫ്രൂട്ട് വിറ്റ് നടക്കുന്ന കണാരൻ. അവരിലൊരാൾ ആ ധൃതിയിലും എന്നെ നോക്കി ദഹിപ്പിച്ചു. വായ മൂടുന്നതാ നല്ലത്, അല്ലെങ്കിൽ തന്നെയും താഴെ ഇറക്കും. ആ അവസ്ഥയിൽ ചൂളിപ്പോയ എൻ്റെ നാവ് പിന്നെ അനങ്ങിയില്ല. തള്ളുകൊണ്ട് പുറത്തേക്ക് വീണ കണാരൻ അപേക്ഷിച്ചു, ഗോപാലേട്ടാ, രക്ഷിക്കണേ! അത് വല്ലാത്തൊരു യാചനയായിരുന്നു. പേടിച്ചു വിറയ്ക്കുന്ന എനിക്ക് എന്നിൽ തന്നെ ചൂളിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ. വേഗം വിടടാ ബസ്! പുറത്തു നിന്നുള്ള ആജ്ഞ. കണ്ടക്ടർ ഭവ്യതയോടെ ചോദിച്ചു നോക്കി, ആ യാത്രക്കാരനോ? അവനെ എത്തേണ്ട ദിക്കിലെത്തിക്കാൻ ഞങ്ങൾക്കറിയാം. നീ ബസ് വിട്ടാ മതി. വിട്ടോ! ആ ആജ്ഞയുടെ ശക്തിയിൽ ബസ് പിടഞ്ഞോടി. തിരുവാടിക്കുന്നിൻ മുകളിൽ നീരു പിടിച്ച് ഇരുട്ട് സ്തംഭിച്ചു കിടന്നു. പേടി പിടിച്ച മൗനം ബസ്സിനുള്ളിലും സ്തംഭിച്ചു കിടന്നു. എന്നെ രക്ഷിക്കണേ എന്ന വിളി എന്നിൽ അലതല്ലുന്നു. നഖം കടിച്ച് പുറത്തെ ഗൂഢതയിലേക്ക് തുപ്പിക്കൊണ്ട് ഞാൻ സീറ്റിൽ ഒട്ടിയിരുന്നു. മുന്നിലിരിക്കുന്ന ഒരു വയസ്സൻ പൊടുന്നനെ നാമം ജപിക്കാൻ തുടങ്ങി. പിറ്റേന്ന് കണാരൻ ആസ്പത്രിയിലെത്തിയിരിക്കുന്നു. എന്താ അവസ്ഥ? സംശയം അത്രേ. അങ്ങനെയാ? ഈ ആഴത്തില് 5 കുത്താത്രേ പുറത്ത്. ശിവ, ഇനിയും ബോധം വന്നിട്ടില്ലെന്നാ. കീഴിലത്ത് ഞങ്ങൾക്ക് ഒരാഴ്ചയോളം പറഞ്ഞിരിക്കാനുള്ള കഥ കിട്ടി. കോലായിലും മാലിൻചോട്ടിലും കുളക്കടവിലും കഥ കേട്ട് നേരം പോയി. തിരുവാടിക്കുന്നിൽ നിന്നും കണാരൻ എങ്ങനെ ആസ്പത്രിയിലെത്തി എന്ന നിഗൂഢത ഞങ്ങളുടെ കഥകൾക്ക് കൈവഴികൾ ഉണ്ടാക്കി. കൊല നടത്താൻ ബാധ്യതപ്പെട്ടവർ കണാരന്റെ കഥ കഴിഞ്ഞു എന്ന ധാരണയിൽ പാതവക്കിൽ തന്നെ അവനെ വലിച്ചെറിഞ്ഞ് കടന്നു കളഞ്ഞു. അതുവഴി വന്ന ഒരു ചാരായ ജീപ്പാണ് അവനെ രക്ഷിച്ചതത്രേ. അങ്ങനെയല്ല, സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുഹൃതം പോലെ എത്തിയ ഒരു പോലീസ് വാഹനം അവനെ രക്ഷപ്പെടുത്തിയതാണ് എന്നും വേറൊരു അഭിപ്രായം. കണാരനെ കാണാൻ ഞങ്ങൾ ആരും ആശുപത്രിയിൽ ചെന്നില്ല. പോവേണ്ടെന്ന് കരുതിയല്ല. കണാരന്റെ കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ അവിടെ ശത്രുക്കൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലോ. ഒടുവിൽ കണാരൻ രക്ഷപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയതിനാൽ ഞങ്ങൾക്ക് സഹതാപം അറിയിക്കാൻ ദൈവം സഹായിച്ച് സൗകര്യവും കിട്ടി. കണാര, ഞാനൊന്ന് ചോദിച്ചോട്ടെ?
കണാരനും ഞാനും ഒറ്റയ്ക്കായപ്പോൾ ഞാൻ സംശയം ചോദിച്ചു. നിനക്ക് ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നോ? ഗോപാലേട്ടനും എന്നെ വിശ്വാസമില്ല അല്ലേ? കണാരൻ കുണ്ഠിതപ്പെട്ടു. അങ്ങനെ ഉണ്ടായിട്ട് ഇത് സംഭവിച്ചതാണെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അവന്റെ ചിന്തയിൽ മൗനം കൊണ്ടു. ചിന്തയിൽ തലചായ്ച്ചുകൊണ്ട് പിന്നീട് എന്നോട് ചോദിച്ചു, ഗോപാലേട്ട, എന്റെ അതേ രൂപത്തിൽ മറ്റാരെയെങ്കിലും ഗോപാലേട്ടൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. എന്നാൽ അങ്ങനെ ഒരാളുണ്ട്, ആരോ ഒരാൾ. എന്തേ കണാരന് അങ്ങനെ തോന്നാൻ? അതോ എന്നെ അവനാണെന്ന് ധരിച്ചാണ് അവർ ബസ്സിൽ നിന്ന് വലിച്ചിട്ടതും കുത്തിയതും? ചിന്തയുടെ കള്ളിയിൽ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടവൻ പിന്നീട് പറഞ്ഞു, എന്റെ പേടി അതല്ല ഗോപാലേട്ട, ഇനിയും മറ്റുള്ളവർ എന്നെ അവനാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലോ എന്നാണ്. പിന്നീടുള്ള ദിവസങ്ങൾ എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കണാരനിൽ നിന്നും വിട്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു തുടങ്ങി. കണാരനെപ്പോലുള്ള ഒരാളെ എവിടെയെങ്കിലും കണ്ടുമുട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനും മറന്നില്ല. കണാരൻ എന്നെ കാണുമ്പോഴെല്ലാം വിഷാദത്തോടെ അന്വേഷിച്ചു, ഗോപാലേട്ട, കണ്ടുവോ? ഇല്ലല്ലോ കണാര. നീയോ? ഞാനും കണ്ടില്ല. ഒരുപക്ഷെ ശത്രുക്കളെ പേടിച്ച് അവൻ ഒളിച്ചു നടക്കുകയാണെങ്കിലോ? അങ്ങനെയും വരാം. എന്റെ വിധിയെന്നേ പറയേണ്ടു. കണാരനിൽ അസ്വസ്ഥത അർബുദം പോലെ വളരുകയായിരുന്നു. ആരെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ, ആളുകൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് കണ്ടാൽ കണാരന്റെ ഉള്ളു കാളും. അവൻ പരിചയക്കാരെ കാണുമ്പോൾ അവരോടും ചോദിക്കാൻ തുടങ്ങി, എന്റെ ഇതേ ആകൃതിയിൽ മറ്റാരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി അവരെ ഏൽപ്പിക്കും. കണ്ടാൽ എന്നെ ഒന്ന് അറിയിക്കണേ. പക്ഷേ ആരും ഒന്നും അറിയിച്ചില്ല. കണാരൻ കാണെ തകരുകയായിരുന്നു. ഗോപാലേട്ട, എന്റെ കുട്ടിയോള് അനാഥാവൂന്നാ തോന്നണ്. കണാരനിൽ പൊടുന്നനെ വാർദ്ധക്യം കിതയ്ക്കുന്നത് കണ്ട് എനിക്ക് വല്ലായ്മ തോന്നി. ഓരോന്ന് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണാരന്റെ അസ്വസ്ഥത എന്നിലേക്കും പടരാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നടക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക, ബസ്സിൽ സൈഡ് സീറ്റിൽ മാത്രം ഇരിക്കുക എന്നെല്ലാം ഞാനും തുടങ്ങി. അപ്പോഴും കൊല്ലാൻ ബാധ്യതപ്പെട്ടവർ കൊല്ലുകയും ചാവാൻ ബാധ്യതപ്പെട്ടവർ ചാവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം കണാരൻ തല മൊട്ടയടിച്ചു, മീശയും വടിച്ചു കളഞ്ഞു. ഇപ്പോ എന്നെ കണാരനാണെന്ന് തോന്നാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ ഗോപാലേട്ട? ഒന്ന് നല്ലപോലെ നോക്കി പറയൂ. ഞാൻ വേണ്ടതിലേറെ നോക്കി നിന്ന ശേഷം പറഞ്ഞു, കുറച്ചൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കണാര. എന്റെ വാക്കുകൾ അവന് സമാധാനം കൊടുത്തുവോ? മറ്റൊരു ദിവസം വല്ലാതെ വിയർത്ത് കുളിച്ച് അവൻ വന്ന് കയറിയപ്പോൾ ഒരു സമാധാനവും അവന് കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പായി. വന്നപാടെ അവൻ പറഞ്ഞു, രക്ഷയില്ലല്ലോ ഗോപാലേട്ട. എന്തുണ്ടായി? കണാരൻ കിതയ്ക്കുന്നു. രണ്ടാള് വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട്? മൊട്ടയടിച്ചതുകൊണ്ടോ മീശ പോയതുകൊണ്ടോ നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ലെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അവരറിയുമോ കണാര? തീരെ പരിചയമില്ല. കണാരനെ നോക്കി. കണാരനിലൂടെ അപ്പുറം നോക്കി ഞാൻ അമ്പരന്നു. കണാരൻ ഒരു രഹസ്യമായി, ഒരു കടങ്കഥയായി മാറുകയാണോ? അവനെ സമാധാനിപ്പിക്കാൻ ഞാൻ അശക്തനായിരുന്നു. എന്നെപ്പോലെ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നായിരുന്നു അപ്പോൾ എൻ്റെ ആധി. അന്ന് യാത്ര പറഞ്ഞിറങ്ങിയ കണാരൻ ഒരു കടങ്കഥയാവുക തന്നെ ചെയ്തു. ആ മറ്റൊരാളെപ്പോലെ കണാരനും ഒളിഞ്ഞു നടക്കുകയായിരിക്കുമോ? അമ്പലക്കുളത്തിലും ആലിൻചോട്ടിലും കോലായിലും കണാരന്റെ കഥ പറഞ്ഞും കേട്ടും ഇരിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണാരൻ മടങ്ങി വരുമെങ്കിൽ അപ്പോഴേക്കും പറഞ്ഞ് അവന്റെ കഥ ഒരു ഇതിഹാസമെങ്കിലും ആയി തീരട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ കഥ തന്നെ തുടരാം.